ഗായ്സ്, അപ്പോൾ പെട്ടെന്നാണ് നമുക്ക് രണ്ടൊരു ഹാമ്പർ വർക്കിൻ്റെ ഓർഡർ വന്നത്. സെയിം കസ്റ്റമറിൻ്റെ അടുത്ത് തന്നെ ആട്ടോ കിട്ടിയത്. നമ്മൾ ആദ്യം പറഞ്ഞു ചെയ്യാൻ പറ്റില്ല എന്ന്. നമുക്ക് പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ ഹർത്താലായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകാണ്ടായിരുന്നു. സർപ്രൈസ് ആയിട്ടായിരുന്നു ആ ഡെലിവറി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് ഫുൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരെ ആസാദിക്കാണ് വന്നത്. കസ്റ്റമർ പറഞ്ഞ വിധത്തിലൊരു ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അതെടുത്ത് കഴിഞ്ഞിട്ട് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു ബൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മിനി ബൊക്കെ ആയിരുന്നു. അതിന് വേണ്ട സാധനങ്ങളും എടുത്ത് പിന്നെ നമ്മൾ നേരെ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടിയാണ് വന്നത്. ബസ് സമരം ആയതുകൊണ്ട് തന്നെ ഒരു ബസ്സില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ക്യൂട്ട് ഐറ്റംസ് വേണമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളും വാങ്ങി. അപ്പോൾ ഈ ഒരു ബുക്ക് വേണമെന്നുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പ്രൈസും ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് 2 കിൻഡർ ജോയും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ച് പിന്നെ ബൊക്കറ്റ് ഷീറ്റാണിത്. നമ്മൾ കുറച്ച് വെറൈറ്റി ബൊക്കറ്റ് ഷീറ്റ് പിടിച്ചു. റെഡ് ഫ്ലവർ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ബൊക്കറ്റ് ഷീറ്റ് എടുത്തത് കേട്ടോ. പിന്നെ നമുക്ക് ആ കടയത്തെ ആൾ നല്ല സേഫ് ആയിട്ട് തന്നെയാണ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. നല്ല രീതിയിൽ മഴ ഉണ്ടായതുകൊണ്ട് തന്നെ ആൾ 2 കവറിലൊക്കെ ഇട്ടിട്ട് നമുക്ക് പാക്ക് ചെയ്ത് തന്നു. ആ ബുക്ക് സത്യം പറയാലോ നല്ല അടിപൊളി ബുക്കാണ്. ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, എല്ലാവരും കാണണം. അപ്പോൾ ഇത് 2ാമത്തെ ഹാമ്പർ ബോക്സ് ഇതായിരുന്നു. അത് അത്യാവശ്യം നല്ല സൈസുള്ളൊരു ഹാമ്പർ ബോക്സ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ ഇതാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്തായാലും ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്യണമായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.